ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷായ നവരത്ന കുറുമയാണ്. നവരത്ന കുറുമ എന്നതിന് പറയുന്നത് നമ്മളിതിലേക്ക് നട്ട്സും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അടക്കം ഒരു 9 ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് നവരത്ന കുറുമ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് 1 കപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് കോളിഫ്ലവർ, 1/2 കപ്പ് ബീൻസ്, 1/2 കപ്പ് ക്യാരറ്റ്, പിന്നെ 1 കപ്പ് പനീർ, 1/4 കപ്പ് പൈനാപ്പിൾ, 1/2 കപ്പ് ഗ്രീൻ പീസ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്കുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 സവോളയും ഒരു 15 അണ്ടിപ്പരിപ്പും കൂടി വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് പേസ്റ്റ് ആക്കണം. പിന്നെ ഒരു 6 ഗ്രീൻ ചില്ലി, അത് നമ്മൾ എരിവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില, പിന്നെ ബേ ലീഫ് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഓയിലും. ആദ്യം നമുക്ക് ബീൻസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. അതൊരു പകുതി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഗ്രീൻ പീസ്, അത് ഫ്രോസൺ ആയതുകൊണ്ട് അധികം വേവാനില്ലല്ലോ, അപ്പോൾ നമുക്കതൊരു പകുതി വെന്ത് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം. പിന്നെ പനീർ ഞാൻ ഒന്ന് വഴറ്റിയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ ആ പൈനാപ്പിൾ ഇതൊരു പകുതി വെന്ത് കഴിഞ്ഞാൽ അതിൽ ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. പച്ചക്കറി ഞാൻ ആവശ്യത്തിലുള്ള വെള്ളവും ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പകുതി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് സവോള അണ്ടിപ്പരിപ്പും അരച്ചെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് പകുതി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം, പൈനാപ്പിളും ഇടാം. ഇപ്പം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് അതുപോലെ അനാറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് അനാർ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൽ കിട്ടും. നമുക്ക് പനീർ ഇടാം. എടുത്ത് വെച്ചിട്ടുള്ള ഈ മല്ലിപ്പൊടിയും കുരുമുളക് പൊടി ഏലക്കായ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പനീറൊക്കെ ഇട്ടതിന് ശേഷം ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവോള അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് അതുപോലെ തന്നെ ഒന്ന് 2 മിനിറ്റ് വഴറ്റിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ 10 മിനിറ്റ് വേവിക്കണം. സവാളൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മൾ അരച്ചിട്ടില്ല, മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 10 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ പനീറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിൽ മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പകുതി മല്ലിയില. ഇനി 2 മിനിറ്റ് ഇതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ള കറിയാണ്. നമ്മൾ ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ എല്ലാം ചേർക്കുന്നതുകൊണ്ട് കുറച്ച് റിച്ച് ആയിട്ടുള്ള കറിയാണ്. എന്നാലും നമുക്ക് വല്ലപ്പോഴൊക്കെ വെജിറ്റബിൾ കഴിക്കാനൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക് നല്ല ഇഷ്ടമാവും ഈ റെസിപ്പി. ഇപ്പം നവരത്ന കുറുമ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചപ്പാത്തിൻ്റെയും പൊറോട്ടൻ്റെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.